എന്തൊരു ചൂടായത്, പുറത്തിറങ്ങാൻ വയ്യ. സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ ഉഷ്ണതരംഗ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട, ചൂടിനെയൊക്കെ നമുക്ക് അനായാസം തരണം ചെയ്യാം. അതിനുള്ള കിടില മാർഗവുമായാണ് BJPയിലെ ചിലർ എത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിനോടൊക്കെ പോകാൻ പറ. നിങ്ങളുടെ കയ്യിലൊരു ഉള്ളി എടുക്കാനുണ്ടോ? ഉള്ളി. ഈ സൂര്യതാപത്തെ ഉഷ്ണതരംഗത്തിനെയൊക്കെ നമുക്ക് പമ്പ കടത്താം. ഇത്രയും ഉപയോഗപ്രദവും ശാസ്ത്രീയ പ്രാധാന്യമുള്ള അറിവ് നമുക്ക് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ചിരിക്കണ്ട, മെയ് ജൂൺ മാസങ്ങളിലെ 51 ഡിഗ്രി ചൂടിൽ പോലും AC ഇടാതെയാണ് പുള്ളി കാറിൽ പോകുന്നത്. എന്താ കാരണം? പുള്ളിയുടെ പവറാ. പിന്നെ മറ്റൊന്നുകൂടി സിന്ധ്യ പറഞ്ഞു, പുള്ളിയുടേത് നല്ല ഉഗ്രൻ ചമ്പൽ തൊലിയാണെന്ന്. അങ്ങനെ ഇങ്ങനെയൊന്നും ചൂട് സിന്ധ്യയ്ക്ക് കേൾക്കില്ല. ഈ കാലാവസ്ഥാ വകുപ്പും ആരോഗ്യ രംഗത്തുള്ളവരും ഈ ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും തന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്തരം ഐഡിയകൾ വരണമെങ്കിൽ BJP തന്നെ മുൻകൈ എടുക്കണം. അവർക്കേ ഇതിന് കഴിയും. അങ്ങനെ ഗോ കൊറോണയ്ക്കും ചാണകവെള്ളത്തിന് ശേഷം BJP അവതരിപ്പിക്കുന്ന പുതിയ മണ്ടത്തരമാണ് പുള്ളി. ചാണകവും ഗോമൂത്രവും കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് വരെ പറഞ്ഞ ടീംസാണ്. അവരോടൊക്കെ എന്ത് പറയാനാ? BJPയുടെ ഇത്തരം ധീരമായ പ്രസ്താവനകൾ ഇതാദ്യമല്ല. നമുക്ക് 2020 പോകാം. കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ അക്ഷീണം പ്രയത്നിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന വരുന്നത്. പാത്രങ്ങൾ കൊട്ടിയും ലൈറ്റുകൾ തെളിയിച്ചും ഗോ കൊറോണയെന്ന് ഉരുവിടണമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ദേശ് अपनी एकजुटता को ऊर्जा देने के लिए ताली थाली बजाई. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇത് പറയുന്നതെന്ന് കൂടി ആലോചിക്കണം. പാത്രം കൊട്ടിയത് കൊണ്ടും വിളക്ക് തെളിയിച്ചത് കൊണ്ടൊന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറില്ലെന്ന് പറഞ്ഞ് അന്ന് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ഇത് മാത്രമല്ല, കോവിഡ് കാലത്ത് പാത്രം കൊട്ടിയാൽ കൊറോണ വൈറസ് ചാവുമെന്ന് പറഞ്ഞ് UPയിലെ ഗൽഗോട്ടിയ സർവകലാശാല 2020 ഒരു പ്രബന്ധവും പ്രസിദ്ധീകരിച്ചിരുന്നു. വാക്സിൻ കണ്ടെത്തുന്നതിന് മുൻപ് ജേണൽ ഓഫ് മോളിക്കുലർ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന ജേണലിലാണ് ഈ പ്രബന്ധം അച്ചടിച്ചു വന്നത്. പാത്രവും മണിയും മുട്ടിയാലുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ കൊറോണ വൈറസിനെ ഇല്ലാതാക്കുന്നു, ഒരു സാധ്യതാ സിദ്ധാന്തം എന്ന തലക്കെട്ടിലാണ് പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. പക്ഷേ തല്ല് കിട്ടുമെന്ന് പേടികൊണ്ടാവാം ഈ ഗവേഷണം ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമല്ല. പ്രസാധകർ അത് വെബ്സൈറ്റിൽ നിന്നും പിൻവലിച്ചു. പിന്നെ ഗോമൂത്രവും ചാണകവും ഇവരുടെ സ്ഥിരം പരാമർശങ്ങളാണ്. അർബുദം മാറാൻ ഗോമൂത്രവും ചാണകവും സഹായകമാണെന്ന BJP നേതാവും അസം നിയമസഭാംഗവുമായ സുമൻ ഹരിപ്രിയയുടെ വിചിത്രവാദവും കോവിഡ് മൂലമുണ്ടാകുന്ന ശ്വാസകോശ അണുബാധ ഗോമൂത്രം കുടിച്ചാൽ മാറുമെന്ന BJP MP പ്രഗ്യ ഠാക്കൂറിന്റെ ഉപദേശവും നമ്മൾ കേട്ടതാണ്. ഇതുകൊണ്ടും തീർന്നില്ല BJPയുടെ ശാസ്ത്രവിരുദ്ധത. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുൻപ് ഇന്ത്യയിൽ പുഷ്പക വിമാനം ഉണ്ടായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞിട്ടുണ്ട്. 1974 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ വൈമാനിക ശാസ്ത്രം എന്ന പുസ്തകത്തിൽ പറയുന്ന വിമാനങ്ങളുടെ രൂപരേഖകൾക്ക് വായുവിൽ പറക്കാനുള്ള ശേഷിയില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ലോകത്തിലെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ഹനുമാനാണെന്നാണ് BJP നേതാവായ അനുരാഗ് ഠാക്കൂർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഗണപതിയുടെ തല മാറ്റിവെച്ചത് പുരാതന ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി നിലനിന്നിരുന്നതിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്ന ഡാർവിന്റെ സിദ്ധാന്തം തെറ്റാണെന്ന് മുൻ കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗും പറഞ്ഞിരുന്നു. മഹാഭാരത യുദ്ധകാലത്ത് ഇന്റർനെറ്റും സാറ്റലൈറ്റും ഉണ്ടായിരുന്നു എന്ന് വരെ ഒരു BJP നേതാവ് പറഞ്ഞിട്ടുണ്ട്. ചരിത്രങ്ങൾ വളച്ചൊടിച്ചും അശാസ്ത്രീയത കുത്തിനിറച്ചും വിദ്യാഭ്യാസ രംഗത്തിൽ അവതരിപ്പിക്കാനും BJP മടിച്ചില്ല. ചരിത്രത്തെ ഏകപക്ഷീയമായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് NCERT പാഠപുസ്തകങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ. തങ്ങളുടേതായ അശാസ്ത്രീയത പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി ആകണം എല്ലാ വർഷവും നടത്തിപ്പോന്നിരുന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2024 മുടങ്ങിയത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ നിന്ന് പണം ലഭിക്കാതായതോടെയാണ് പരിപാടി മുടങ്ങിയത്. മിത്തിനെയും ഐതിഹ്യങ്ങളെയും ശാസ്ത്രമെന്ന ലേബലിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് എന്ത് സയൻസ് കോൺഗ്രസ് അല്ലേ? അധികാരത്തിന്റെ ഉന്നതിയിലിരിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വിടുവായത്തം പറയുന്നത് എന്നാണ് പരിതാപകരമായ അവസ്ഥ.